ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായുള്ള അല്പം മുളക് പൊടിയും അതുപോലെ തന്നെയാണ് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. പൊടികളൊക്കെ ചിക്കൻ്റെ എല്ലാ വശത്തും വരുന്ന രീതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ അല്പം കുഴിയുള്ളൊരു പാത്രം, ഇതുപോലുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെയ്യിന് പകരം നമുക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സവാള നല്ലപോലെ വഴറ്റിയെടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ 4 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. ഒരു 3 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അല്പം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇത് മല്ലിച്ചപ്പും പുതിനയും കൂടെയാണ്. ഇനി ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഗരം മസാലയൊക്കെ നല്ലപോലെ ചിക്കൻ്റെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ചേർക്കരുത്, അതുപോലെ തന്നെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഞാനൊരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസും തന്നെ ഒരു 90% വേവിച്ചതാണ്. ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്ന റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഉള്ളി വറുത്തിട്ട് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെയാണ് മുന്തിരിയും ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് അതും ചെയ്യാം കേട്ടോ. ഞാനിവിടെ മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദമ്മിലിട്ടെടുക്കാം കേട്ടോ. ഒന്ന് ആവി കയറ്റിയെടുക്കണം. കാരണം ഓൾറെഡി ഒക്കെ കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ ചോറൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഒരുപാട് സമയം ഉള്ളി വഴറ്റേണ്ട, അതുപോലെ തന്നെയാണ് തക്കാളി ഒന്നും വഴറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും.